السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله، الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلت حيلتي أدركني مرادي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ربكم أعلم بما في نفوسكم إن تكونوا صالحين فإنه كان للأوابين غفورا. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيدي سندي غوثي ويا مددي كن لي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين. يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني. أطع الإله كما أمر واملأ فؤادك بالحذر. الدين حق واجب نور البصيرة والبصر. حافظ عليه فإنه نعم السعادة تندخر. وأطع أباك فإنه رباك من عهد السعر. واخضع لأمك وارضها وعقوقها إحدى الكبر. حملتك 9 أشهر بين التألم والضجر.
فإذا مرضت فإنها تبكي بدمع كالمطر فأطعهما وقرهما كي لا تعذب في سقر مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹനിധികളായ മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിക്കുന്നതിന്, ഇവിടെ പങ്കെടുക്കുന്നതിന്, ഇതിലേക്ക് എല്ലാ രീതിയിലുമുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതിന്, അതുപോലെ ഭക്ഷണമടക്കമുള്ള ഒരുക്കങ്ങൾ നടത്തി സഹായിച്ച സഹകരിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു അവൻ്റെ വിശാലമായ സ്വർഗം ഔദാര്യമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറുകളിലേക്ക് ഇതിൻ്റെ മിസ്ലു സവാബ് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അള്ളാഹു അവരെ ആദരിക്കുമാറാകട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ വിഷയം ഇവിടെ പറയുകയുണ്ടായി, മാതാപിതാക്കൾ സ്വർഗമാണ്. മാതാപിതാക്കൾ സ്വർഗമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വന്നിരായ നമ്മുടെ വടാട്ടുപാറ ഉസ്താദ് ഇവിടെ ആയത്ത് ഓതി തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് വിശദീകരിക്കുക മാത്രമാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അള്ളാഹു നമുക്കെല്ലാം അവൻ്റെ ദീന് പഠിച്ചത് ജീവിതത്തിൽ പകർത്താനും അത് പ്രചരിപ്പിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദീനിൻ്റെ യഥാർത്ഥ സത്തയനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതല്ലാത്ത എല്ലാ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ വഴി തിരിച്ച് മാറ്റുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, മാതാപിതാക്കൾ, അവരെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആയത്ത് അതുമാത്രം നമ്മൾ പരിശോധിച്ചാൽ ആരാണ് മാതാപിതാക്കൾ, അവരുടെ മഹത്വം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാതാപിതാക്കൾ ഉള്ളവർക്ക് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ മാതാപിതാക്കൾ ഇല്ലാത്തവർക്ക് മാതാപിതാക്കൾ ആരാണെന്ന് വേഗം മനസ്സിലാവുന്നതാണ്. മാതാപിതാക്കൾ ഉള്ളപ്പോൾ അതിൻ്റെ മഹത്വവും അതിൻ്റെ ആ ആഴവും നമുക്ക് ഒരു പക്ഷേ പെട്ടെന്ന് തിരിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു ആയത്താണ് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. എന്താണ് അല്ലാഹു പറയുന്നത്? വഖളാ റബ്ബുക, താങ്കളുടെ നാഥൻ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വിധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇനി അതിന് യാതൊരു മാറ്റവുമില്ല എന്നാണ്. ആ തീരുമാനത്തിന് യാതൊരു മാറ്റവും വരുത്തുകയില്ല. എന്താണ് അള്ളാഹു വിധിച്ചത്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന് അള്ളാഹു വിധിച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊരു തീരുമാനമെടുക്കാൻ ആർക്കും കഴിയുകയുമില്ല, ആ തീരുമാനമെടുക്കാൻ പറ്റുകയുമില്ല. ആ നിലയ്ക്ക് അള്ളാഹു തീരുമാനിച്ചു തന്നിരിക്കുന്നു. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ഇബാദത്ത് എടുക്കരുത്. അള്ളാഹു അല്ലാത്ത ഒരു വസ്തുവിനും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇബാദത്ത് എടുക്കരുത്, പങ്കു ചേർക്കരുത്, ആരാധന ചെയ്യരുത്. എന്നിട്ട് അള്ളാഹു അതിനെ തുടർന്ന് പറയുന്നൊരു കാര്യം എന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം?
ഇഹ്സാൻ ചെയ്യണമെന്നും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. രണ്ടാമത് അതിനെ തുടർന്ന് തന്നെ പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഗുണം ചെയ്യണം. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ ഒരുപാട് അർത്ഥതലങ്ങൾ ഈ പ്രയോഗത്തിനുണ്ട് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. അറബി പദത്തിന്റെ പ്രയോഗങ്ങൾക്ക് ചില പ്രത്യേക പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അതിന്റെ അർത്ഥവ്യാപ്തി വളരെ കൂടുതലാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു പറഞ്ഞത് എന്താണ്? ഖുൽ, നബിയെ അവരോട് പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ലാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കണം, അവർക്ക് ഗുണം ചെയ്യണം എന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ല അല്ലാഹു പറഞ്ഞത്. ഒന്നാമത്തെ പ്രശ്നം അതെവിടെയാണ്? അല്ലാഹ് എന്താ പറഞ്ഞത്? ഖലാ റബ്ബുക, റബ്ബ് വിധിച്ചിരിക്കുന്നു. ഒറ്റ പ്രഖ്യാപനമാണ്. വേറെ ആരുടെയും ഒരു ഇടതേടലില്ലാതെ അല്ലെങ്കിൽ ഒരു മധ്യവൃത്തിയെ വെക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ പറയുകയാണ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, മാതാപിതാക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ ഈ ശൈലിയിൽ പറഞ്ഞപ്പോൾ തന്നെ ആ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാമെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. അമറ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് കൽപ്പിക്കുന്നു. രണ്ടാമതായിട്ട് അത് അല്ലാഹു കൽപ്പിക്കുന്ന ശൈലി എങ്ങനെയാണ്? വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും നിങ്ങൾ അല്ലാഹുവിനെ എന്ത് ചെയ്യണം? നിങ്ങൾ വഴിപ്പെടണം, അനുസരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അവിടെ മൂന്നാമത്തെ സംഭവം എന്താണ്? മൂന്നാമത്തെ കാര്യം വബിൽ വാലിദൈനി ഇഹ്സാന എന്നാണ് അല്ലാഹു പറഞ്ഞത്. അവിടെ ഈ മുതഅല്ലിമീങ്ങൾക്കറിയാം, അവിടെ അഹ്സിൻ, നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം എന്ന അംറു ഫിഅൽ കൊണ്ടുവരാതെ ഇഹ്സാനൻ എന്ന് മസ്ദറിനെ കൊണ്ടുവന്നതിന്റെ രഹസ്യം എന്താണ്? മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. നമ്മൾ അതുപോലെ തന്നെ മുഖ്തസർ അടക്കമുള്ള കിതാബുകൾ ഓതുന്ന കുട്ടികൾക്കറിയാം, അവിടെ മസ്ദറിനെ കൊണ്ടുവരുമ്പോൾ ആ പ്രവൃത്തി ദായിമായിട്ടും അതുപോലെ തന്നെ നിത്യേനയും നിലകൊള്ളുന്ന പ്രവൃത്തിയാണ്. അതേസമയം ഫിഇലാക്കി കൊണ്ടുവന്നാൽ ഏതെങ്കിലും ഒരു സമാനിലേക്ക് ചേർത്തുകൊണ്ടേ അത് വരികയുള്ളൂ. അതുപോരാ, ഏതെങ്കിലും ഒരു നിശ്ചിത കാലഘട്ടത്തിൽ മാത്രമല്ല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യേണ്ടത്, മറിച്ച് മുഴുവൻ സമയങ്ങളിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്ന സന്ദേശം അവിടെ മസ്ദറാക്കി കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ള സഹോദരിമാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പോൾ മാതാപിതാക്കൾക്ക് എപ്പോഴും നമ്മൾ ഗുണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ. എന്നിട്ട് അല്ലാഹു ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്തത്. ഫഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ, അവര് രണ്ടുപേരിൽ നിന്ന് ഒരാള് നിന്റെ അടുക്കൽ വെച്ച് വയസ്സായി കഴിഞ്ഞാൽ, അവർക്ക് പ്രായമായി കഴിഞ്ഞാൽ, അപ്പോൾ സാധാരണ പ്രായമാകുമ്പോൾ യുവാവായിരിക്കുന്ന സമയത്തുള്ളതിനേക്കാൾ നീരസപ്പെട്ട ഒരു ഇടപെടലായിരിക്കും അത്തരം ആളുകളോടുണ്ടാവുക. കാരണം അവരിൽ നിന്ന് നമ്മൾ ഇഷ്ടപ്പെടാത്ത പലതും കണ്ടേക്കാം. അപ്പോൾ അവരോട് നമ്മൾ ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കണമെന്ന് അല്ലാഹു വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹു പറയുന്നു, വലാ തഖുൽ ലഹുമാ ഉഫിൻ. അല്ലാഹു പറയുകയാണ്, അങ്ങനെ പ്രായപൂർത്തിയായ അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞ മാതാപിതാക്കളിൽ നിന്ന് ആരെങ്കിലും നിന്റെ അടുക്കലുണ്ടെങ്കിൽ
വലാ തഖുൽ ലഹുമാ ഉഫിൻ. ഈ മൈക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് എൻ്റെ കുഴപ്പമാണോ? നോക്കി, ഈ തൊണ്ട പിടിച്ചോളിങ്ങി, അതാണ് ഇന്നലത്തെ മാതിരി അല്ല. വലാ തഖുൽ ലഹുമാ ഉഫിൻ, എന്ത് ചെയ്യരുത്? നീ അവരോട് ഉഫിൻ എന്ന് പറയരുത് എന്നാണ് ഖുർആനിന്റെ നേരെ വചനം. ഉഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസാരമായ നിലക്ക് അവരോട് പറഞ്ഞ കാര്യത്തിൽ എന്ത് ചെയ്യുക? ഒരു നീരസം പ്രകടിപ്പിക്കുക. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഒരു ചെറിയ നീരസം പോലും അവരോട് നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. അതിനാണ് ഏറ്റവും ചെറുതിനെ അള്ളാഹു പറഞ്ഞത്. അവിടെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, ചെറുത് തന്നെ പറയാൻ പാടില്ലെങ്കിൽ അവരോട് വലിയ രൂപത്തിൽ സംസാരിക്കുന്നതും വലിയ രൂപത്തിൽ എതിർക്കുന്നതിൻ്റെയും ഗൗരവം എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട് മുഫസ്സിറുകൾ. പ്രിയമുള്ള സഹോദരന്മാരെ, വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, അവരോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അവർ ചെയ്ത ഒരു പ്രവൃത്തിയെ നിങ്ങൾ അവർക്ക് വേദന തട്ടുന്ന രീതിയിൽ നിങ്ങൾ അവരോട് പ്രതികരിക്കരുത്. വലാ തൻഹറുഹുമാ, പിന്നെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് നിങ്ങൾ നല്ല മാന്യമായ സംസാരം സംസാരിക്കണം. മാന്യമായ സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറയാം. നമ്മുടെ വീട്ടിൽ നമ്മൾ നല്ല ഒരു പാത്രം വാങ്ങിച്ചു വെച്ചു. നല്ല ഭംഗിയുള്ള പാത്രമാണ്. ആ പാത്രത്തിൽ ഇങ്ങനെ കൂസു പോലത്തെ ഒരു പാത്രം, ചായയും വെള്ളവും ഒക്കെ വലിയ വലിയ വിരുന്നുകാർ വരുമ്പോൾ എടുത്തു കൊടുക്കാൻ വേണ്ടി വലിയ വില കൊടുത്തു വാങ്ങിച്ച ഒരു പാത്രമാണ്. കേട്ടിരുന്നില്ലേ? അല്ല, നിങ്ങൾ രണ്ട് സ്ഥലത്ത് കേൾക്കൽ നടക്കൂലല്ലോ, ഒരു സ്ഥലത്തെ കേൾക്കൽ നടക്കുള്ളൂ. അപ്പൊ അവിടെ കേൾക്കുമ്പോൾ ഇവിടെ കേൾക്കണം. അപ്പൊ ഞാൻ നിർത്തിവെക്കാം. ഇതാ, തല തിരിക്കാൻ പാടില്ല, തല തിരിഞ്ഞു പോവും. തല തിരിഞ്ഞു പോവും. അപ്പൊ തല തിരിക്കരുത് കേട്ടാ. അപ്പൊ അതുകൊണ്ട് വലാ തൻഹറുഹുമാ, എന്താ പറഞ്ഞത്? അതൊന്നും അല്ല ഇപ്പൊ പറഞ്ഞത്. അതാണ് എനിക്കറിയാം നിങ്ങളത് പറയുന്നത്, അതുകൊണ്ട് അത് ഞാൻ ഇട്ട് തന്നത്. ഞാനിപ്പോ പറഞ്ഞു നിർത്തിയത് എന്താണ്? കൂജയുടെ കഥയാണ് പറഞ്ഞത്. വലിയ വില കൂടിയ കൂസാണ് അല്ലേ? അങ്ങനെ അത് വാങ്ങിച്ചിങ്ങനെ ആ അലമാരിയിൽ വെച്ചു. വാപ്പ എവിടെയോ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇയാൾ ഗൾഫിൽ നിന്ന് ഒരുപാട് പാട് കഴിച്ച് പൊട്ടിപ്പോകാതെ പ്രത്യേകം തുണിയൊക്കെ പൊതിഞ്ഞ വല്ലാത്ത ഇതിൽ ഉഷാറിൽ കൊണ്ടുവന്ന് അതിങ്ങനെ അവിടെയുള്ള ഷോക്കേഴ്സിൽ എടുത്തു വെച്ചു. അങ്ങനെ വാപ്പ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് വാപ്പ വരുമ്പോൾ പുതിയ ഒരു പാത്രം ഇങ്ങനെ ഷോക്കേഴ്സിൽ കാണുന്നു. വാപ്പ ആ അലമാരി തുറന്നിട്ട്, ആ ഷോക്കേഴ്സ് തുറന്നിട്ട് ഈ പാത്രത്തിന്റെ ഭംഗി ഇങ്ങനെ നോക്കുകയാണ്. ഭംഗി ഇങ്ങനെ നോക്കി കാണുമ്പോൾ സഹോദരന്മാരെ, അറിയാതെ വാപ്പാടെ കയ്യിൽ നിന്ന് ആ സാധനം താഴേക്ക് വീണ് പൊട്ടിപ്പോയി. എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള പാത്രമായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് നമുക്ക് വലിയ വലിയ വിരുന്നുകാർ വരുമ്പോൾ സൽക്കാരത്തിനെടുക്കാൻ പറ്റിയ പാത്രമാണെന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടാണ് അവിടെ എടുത്തു വച്ചത്. അങ്ങനെ ഈ സാധനം പുറത്തേക്ക് ചാടി പൊട്ടിപ്പോയ സമയത്ത് അതാ മോനോടി വരികയാണ്. ഗൾഫിൽ നിന്ന് വന്ന മകൻ അതാ സ്വീകരണ മുറിയിൽ നിന്ന് ഓടി വരികയാണ്. ഓടി വന്നു നോക്കുമ്പോൾ വാപ്പ ആകെ അന്തം വിട്ട് ഹൈറാനിയത്തായിട്ട് നിൽക്കുകയാണ്. കാരണം ഇനി ഉണ്ടാകുന്ന പ്രതികരണം എന്താണെന്നറിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ മോൻ പറയുകയാണ്,
അൽഹംദുലില്ലാ, പൊട്ടിപ്പോയല്ലോ, നന്നായി. അതിന് ചെറിയൊരു പൊട്ടലുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പോറലൊക്കെ ഉണ്ടായിരുന്നു. അത് ഷോക്കേസിൽ വയ്ക്കാൻ മാത്രമുണ്ടായിരുന്നു, നന്നായില്ല. ആ പെണ്ണുങ്ങൾ ആരോ എടുത്തു വെച്ചതാണ്. ഞാനാണെങ്കിൽ അത് പുറത്തു കൊണ്ടുപോയി കളഞ്ഞേനെ. വാപ്പ വിഷമിക്കണ്ട, ഞാൻ നല്ല ഒരെണ്ണം അടുത്ത പ്രാവശ്യം കൊണ്ടുവരാൻ ഇപ്പോൾ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. അതാണ് വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ എന്ന് പറഞ്ഞ അർത്ഥം അതാ. അല്ലാതെ ബാപ്പായായി പോയി അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അതല്ല കരീമായ കൗല്. കരീമായ കൗലതല്ല. മനസ്സിൽ പോലും ഒരു വേദന തോന്നാൻ പാടില്ല, ഒരു ദേഷ്യം തോന്നാൻ പാടില്ല, ഒരു ഇൻകാർ തോന്നാൻ പാടില്ല. ആ ആയത്തിന്റെ അവസാനം അല്ലാഹു അത് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. മുത്തഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇൽമു പഠിച്ചത് ഫായിദയുണ്ടാകണമെങ്കിൽ നമ്മൾ പ്രവൃത്തി പദത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം പ്രത്യേകം. വലാ തഖുല്ലഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. എന്നിട്ട് അല്ലാഹു പറയാ, അതുകൊണ്ട് അല്ലാഹു നിർത്തിയില്ല. ഇത് ആരെ കുറിച്ചാണ് പറയണത്? ആദ്യം അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്ന് ഒരൊറ്റ വാക്കിൽ അല്ലാഹു പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചു. എന്തിനാണ് അങ്ങനെ അവിടെ പറഞ്ഞത്? അത് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിന്റെ അത്രയും ഗൗരവമുള്ള പ്രാധാന്യമുള്ള മറ്റൊരു വിഷയവുമില്ല. അള്ളാഹ്ക്ക് ആരാധിക്കില്ലെങ്കിൽ പിന്നെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അള്ളാഹുവിനെ ആരാധിക്കാത്തവനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ഒന്നാമതവൻ ചെയ്യേണ്ട കാര്യം അള്ളാഹുവിനെ ആരാധിക്കലാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അത് മാതാപിതാക്കളോട് നല്ല നിലയ്ക്ക് പെരുമാറലാണ്. ആ പെരുമാറ്റ ചട്ടമാണ് അല്ലാഹു വ്യക്തമായി പഠിപ്പിച്ചു തരുന്നത്. സംസാരത്തിൽ പോലും പോരാ, ചിന്തയിൽ പോലും നീ നിന്റെ മനസ്സിന് മുറിവുള്ള അല്ലെങ്കിൽ ദേഷ്യമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ചെറിയ ഒരു വേദനയുള്ള വർത്തമാനം നിന്റെ വാപ്പയോട് പറയരുത്, ഉമ്മയോട് പറയരുത്. നിന്റെ അതുപോലെ മനസ്സിൽ തോന്നാൻ പോലും പാടില്ല. വഖുല്ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ല്. മറ്റൊരു വലിയ ഉദാഹരണത്തിലൂടെ അള്ളാഹു വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്. എല്ലാ സമയത്തും നിന്റെ മാതാപിതാക്കൾക്ക് നീ നിന്ദ്യതയുടെ ചിറകിനെ താഴ്ത്തിക്കൊടുക്കണേ മോനെ. നിന്ദ്യതയുടെ ചിറക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്താണ് സഹോദരന്മാരെ? നിങ്ങൾ എന്ത് ചെയ്യരുത്? വളരെ വിനയത്തോടെ നിങ്ങളുടെ മാതാപിതാക്കളുടെ അരികിൽ നിൽക്കണം. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നിന്ദ്യനായി മാറണമെന്നല്ല, മറിച്ചോ വളരെ വിനയത്തോടെ. എത്ര അങ്ങേയറ്റത്തെ വിനയം നിനക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സഹോദരന്മാരെ, അപ്പോൾ മാന്യമായി സംസാരം വേണം. കണ്ടോ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മാതാപിതാക്കൾ അവരിൽ നിന്ന് അനിഷ്ടമായ ഒരു കാര്യം കാണുമ്പോൾ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, കരീമായ സംസാരം, മാന്യമായ സംസാരം അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന് വേദന തട്ടാത്ത സംസാരമാണ്. നമ്മുടെ എത്ര വലിയ നഷ്ടം നമുക്ക് സംഭവിച്ചാലും അവരെ കൊണ്ട് സംഭവിച്ചാലും അതൊരു നഷ്ടമല്ല. കാരണം നമ്മളുണ്ടായത് അവരുള്ളത് കൊണ്ടാണ്. അവരില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഉണ്ടാവില്ല. ആ വിഷയം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, അള്ളാഹു നമ്മളെ റൂഹിൻ്റെ റബ്ബാണെങ്കിൽ, നമ്മുടെ റൂഹിനെ പടച്ച റബ്ബ് അള്ളാഹു ആണെങ്കിൽ, നമ്മളെന്ന ജസദിനെ ഉണ്ടാക്കിയത് ആരാണ്? അത് മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ ഉടനെ നമ്മളുടെ ജസദിനെ ഉണ്ടാക്കിയ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണമെന്ന് പറയാനുള്ള കാരണമെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പോൾ വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. എന്നിട്ട് അല്ലാഹു പറയുന്നു വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മാ. കാരുണ്യത്തിൻ്റെ, വെറുതെ അവരുടെ മുമ്പിൽ നിന്ദനാവുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെയോ
കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് നീ താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരോട് എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും കാരുണ്യത്തോടെ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ചെയ്യരുതേ. കാരുണ്യത്തോടെ നിങ്ങൾ അവരോട് പെരുമാറണം. മനസ്സിലായോ? പിന്നെയോ അതും മാത്രം പോരാ. അല്ലാഹു പറയുകയാണ്, അതുകൊണ്ട് നമ്മുടെ ബാധ്യത തീർന്നില്ല. പിന്നെയോ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ദുനിയാവിൽ അവർ ജീവിച്ചിരിക്കുമ്പോഴും അവർ മരിച്ചതിന് ശേഷവും അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ദുആ? ആ ചെയ്യേണ്ട ദുആഇന്റെ മോഡൽ പോലും അല്ല, ആ ചെയ്യേണ്ട ലഫ്ദ് പോലും അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വേറെ എന്തെങ്കിലും ചെയ്താൽ പോരാ, പിന്നെന്ത് ചെയ്യണം? ഖുർ റബ്ബിർഹംഹുമാ, അല്ലാഹുവേ നീ അവര് രണ്ടുപേർക്കും കരുണ ചൊരിയണം. എങ്ങനെയാണ് കരുണ ചൊരിയേണ്ടത്? റബ്ബയാനി സഗീറാ, ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ അവരെന്നോട് കരുണ കാണിച്ചതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ തമ്പുരാനേ എന്ന് ദുആ ചെയ്യണമെന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. ഇനി നോക്കൂ സഹോദരന്മാരെ, പരിശുദ്ധമായ ഹദീസുകൾ, ചരിത്രങ്ങൾ, ലോക പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഇനി പരിശോധിച്ചു നോക്കുക. എന്താണ് ആ ആയത്തിൻ്റെ അവസാനം അല്ലാഹു പറയുന്നുണ്ട്? ആയത്ത് കഴിഞ്ഞ് അതിനെ തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ് സഹോദരന്മാരെ? അല്ലാഹു പറയുകയാണ്, ആ ആയത്തിൻ്റെ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണ് പറഞ്ഞു തരുന്നത്? റബ്ബുക്കും അഅലമു. ആണോ? അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു അവസാനം നമുക്കൊരു വാക്ക് തരുന്നുണ്ട്, ഒരു ഭീഷണി കൂടി അല്ലാഹു നമ്മളോട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്താണെന്നറിയോ? റബ്ബുക്കും അഅലമു, നിങ്ങളുടെ നാഥൻ ഏറ്റവും അറിയുന്നവനാണ്. ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന്. അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പുറമേ വലിയ റഹ്മത്തൊക്കെ കാണിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷെ ഉള്ളിൽ കൊല്ലാനുള്ള ദേഷ്യവും മനസ്സിൽ നാക്ക് കടിച്ചുകൊണ്ടാണ് പറയണമെങ്കിൽ അല്ലാഹു പറയുകയാണ് റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് അറിയുന്നവനാണ് അല്ലാഹു. വളരെ ശക്തമായ ഒരു താക്കീതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മനസ്സിലൊന്നും വിചാരിക്കേണ്ട മാതാപിതാക്കളെ കുറിച്ച്. വിചാരിച്ചാൽ പോയി അവൻ്റെ കാര്യം നഷ്ടത്തിലായി. ഒരുപാട് സംഭവമുണ്ട്, ഇന്ന് പറഞ്ഞു തീർക്കാൻ സമയം എനിക്കില്ലല്ലോ, കുറഞ്ഞ സമയമുള്ളൂ. പക്ഷെ കുറഞ്ഞ സമയത്തിനകം കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു പറയുകയാണ് റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും ഇൻ തകൂനു സ്വാലിഹീൻ. അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ചെയ്തതെന്താണെന്നല്ല പ്രശ്നം. നിങ്ങളുടെ മനസ്സിലുള്ള സംഗതി അത് സ്വാലിഹീങ്ങളിൽ അത് നല്ല പ്രവൃത്തിയാണെങ്കിൽ ഫഇന്നഹു കാന ലിൽ അവ്വാബീന ഗഫൂറാ, നിശ്ചയമായിട്ടും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണെന്ന് അല്ലാഹു വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് മാതാപിതാക്കളോട് ഇടപെടേണ്ട രൂപമുണ്ട്. അത് വ്യക്തമായി കിതാബുകളിൽ നിന്ന്, സുന്നത്തുകളിൽ നിന്ന്, മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. സഹോദരന്മാരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ അത്താ അന്ന റജുലൻ അത്താ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. ഫഖാല, എന്നിട്ട് അയാൾ പറയുകയാണ്, ഇന്നലി ഉമ്മൻ ബലഗ ബിഹൽ കിബർ, എനിക്ക് ഒരു ഉമ്മയുണ്ട്, ആ ഉമ്മയ്ക്ക് നല്ല പ്രായമുണ്ട്. وأنها لا تقضى حاجتها إلا وظهري مطية لها. അവള്, ആ ഉമ്മ എത്രമാത്രം പ്രായമുണ്ടെന്നറിയുമോ?
അവരുടെ എല്ലാ ആവശ്യങ്ങളും അഥവാ ബാത്റൂമിൽ പോകലടക്കമുള്ള പ്രാഥമിക ആവശ്യങ്ങൾ വരെ അവർ നടത്തുന്നത് എന്നെ വാഹനമാക്കിയിട്ടാണ്, അഥവാ എൻ്റെ മടിയിലോ മറ്റോ ഇരുന്നിട്ടാണ്, എൻ്റെ ശരീരത്തിൽ ഇരുന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മലമൂത്ര വിസർജനം വരെ നടത്തുന്നത്. അങ്ങനെ ഞാൻ നടത്തുമ്പോൾ ആ സഹോദരൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, എന്നിട്ടോ ഞാൻ അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അവള് മലമൂത്ര വിസർജനം പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മുഖം ഇങ്ങനെ തിരിച്ചു പിടിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ചെയ്ത് അത്രമാത്രം ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെയ്താൽ ഫഹൽ അദ്ദൈതു ഹഖ്ഖഹാ, ആ ഉമ്മയോടുള്ള ഹക്ക് വീടിയവനാകുമോ ഞാനെന്ന് ഒരു സഹോദരൻ വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. എത്രത്തോളം? അവൾ മലമൂത്ര വിസർജനം നടത്തുന്നത് വരെ എൻ്റെ ശരീരത്തിലിരുന്നാണ്. അങ്ങനത്തെ ഒരു ഉമ്മയെ ഞാൻ ആ രീതിയിൽ ഞാൻ വളരെ സന്തോഷത്തോടെ അവളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഞാൻ അങ്ങനെ അവൾക്ക് ഖിദ്മത്ത് ചെയ്താൽ എനിക്ക് ഉമ്മയോടുള്ള ഖിദ്മത്ത് ബാധ്യതകൾ വീടിയവനാകുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. എന്ത്? നീ ഹക്ക് വീടിയവനാകൂല. ഇനിയും നിങ്ങൾ കേൾക്കണം സഹോദരന്മാരെ. അതാ മറ്റൊരാള്, ആ മനുഷ്യൻ പറയുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, അലൈസ ഖദ് ഹമൽതുഹാ അലാ ലഹരി വഹബിസത് നഫ്സി അലൈഹാ വഹബിസ്തു നഫ്സി അലൈഹാ. ഞാൻ എൻ്റെ ഉമ്മയെ എൻ്റെ ശരീരത്ത് ഞാൻ ചുമന്നുകൊണ്ട് നടക്കുകയല്ലേ, അതുപോലെ തന്നെ ആ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം മുഴുവൻ ചിലവഴിക്കുകയല്ലേ, മറ്റൊന്നിനും പോകാതെ എൻ്റെ ഉമ്മയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ആ ഉമ്മയോടുള്ള ഹക്ക് വീട്ടിയവനാവൂലേ എന്ന് ചോദിക്കുന്ന അവസരത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനെ, ഈ പണി, നീ ഇപ്പോൾ ഈ ചെയ്യുന്ന പണി അഥവാ ചുമലിലേറ്റി നടക്കലും മലമൂത്ര വിസർജനം മടിയിൽ വെച്ച് ചെയ്യലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ നിന്റെ കാര്യത്തിന് വേണ്ടി അവൾ ഭക്ഷണം കഴിക്കാൻ പോകാതെ, വെള്ളം കുടിക്കാൻ പോകാതെ, അതുപോലെ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് സമയം മുഴുവനും നിനക്ക് വേണ്ടി തടഞ്ഞു വച്ച് നിന്റെ ജീവിതത്തെ നന്നാക്കുവാൻ വേണ്ടി ആ ഉമ്മ ചെയ്തിരുന്നത് നീ കണ്ടിട്ടില്ലേ? പക്ഷേ നീയും അത് ചെയ്തു, ഉമ്മയും ചെയ്തു. പക്ഷേ വ്യത്യാസം എന്താണെന്ന് നിനക്കറിയുമോ? ഉമ്മ ആ പണി ചെയ്തത് എന്തിനാണ്? ഇന്നഹാ കാനത്ത് തസ്നഉ ദാലിക ബിക്കാ. ആ ഉമ്മ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തത് നിനക്ക് വേണ്ടി ചെയ്തു തന്നത് തതമന്നാ ബിദാലിക ബഖാഅക. മോനെ, നിന്റെ ഉമ്മ നിന്നെ താലോലിച്ചപ്പോൾ, രാത്രി ഉറക്കമൊഴിഞ്ഞപ്പോൾ, ഭക്ഷണം കഴിക്കാതെ നിന്നെ നോക്കിയിരുന്നപ്പോൾ, വെള്ളം കുടിക്കാതെ നിനക്ക് വേണ്ടി സമയം ചിലവഴിച്ചപ്പോൾ, ജോലിക്ക് പോകാതെ നിന്റെ ഉമ്മ നിന്നെ കാത്തിരുന്നപ്പോൾ ഉമ്മയുടെ മനസ്സിലെ ആഗ്രഹം എന്താണ്? അല്ലാഹുവേ, എൻ്റെ മോനെ ഒരു കേടും വരുത്താതെ നീ എനിക്ക് ശേഷിപ്പിച്ചു തരണേ എന്ന ചിന്തയായിരുന്നു. എന്നാൽ തിരിച്ച് നീ ചെയ്യുന്നതോ വഅന്ത തതമന്നാ ഫിറാഖഹാ. ഈ ഉമ്മ എപ്പോഴാണൊന്ന് മരിച്ചു കിട്ടുന്നത് എന്ന ചിന്തയാണ് നിന്റെ മനസ്സിലുള്ളത്. വയസ്സായ ഉമ്മ, 90 95 വയസ്സായ ഉമ്മ അത്രയും കാലം ജീവിക്കുമ്പോൾ നമ്മൾ പറയും അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മ 95 വയസ്സ് വരെ ഒരു വിഷമമില്ലാതെ ജീവിച്ചു. ഇനി ഈമാൻ കിട്ടിയൊന്ന് മരിച്ചു കിട്ടിയായിരുന്നെങ്കിൽ മതിയായിരുന്നു, വേറെ വിഷമമൊന്നും ഇല്ലാതെ. എന്താ വിഷമം? വിഷമം എന്താണ്? എന്നെ ഇടങ്ങേരാക്കാതെ അല്ല വിഷമം.
എന്നെ ഇടങ്ങേരാ. അല്ലാതെ 95 വയസ്സായ ആൾക്ക് പല വിഷമങ്ങളും എന്തായാലും ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ആ വിഷമമൊന്നുമല്ല, എന്നെ ഇടങ്ങേരാക്കാതെ ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. നല്ല മനുഷ്യന്മാർ പറഞ്ഞ വാക്കാണ് കേട്ടോ, അല്ലാതെ മോശക്കാർ പറഞ്ഞവരല്ല. മോശക്കാർ ഇതിനെപ്പുറത്തെയാണ് പറയുന്നത്. നല്ല ആളുകൾ, നല്ല സ്വാലിഹ്യങ്ങൾ, 5 നേരം നിസ്കരിക്കുന്ന എൻ്റെ മാരെയുള്ള നല്ല നല്ല മൊയ്ലാമാർ എന്നെ പറയും അങ്ങനെ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? മാതാപിതാക്കൾ നിന്റെ ശേഷിപ്പിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നീ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്നതോ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും നിന്നോട് ചെയ്ത ഹക്ക് ഒരിക്കലും നിനക്ക് ഇതല്ല ഇതിലപ്പുറം ചെയ്താലും വീട്ടാൻ കഴിയുകയില്ലെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരിമാരെ, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവര് മഹാന്മാരായ ആളുകൾ പറഞ്ഞു, ഖാല ഉമറു ആൽ ആന അകൂനു അദ്റക്തു ഉമ്മീ ഫവല്ലൈതു മിൻഹാ മിസ്ല മാ വല്ലൈത അഹബ്ബ ഇലാ മിൻ ഹുമുരിൻ നഅം എന്ന് പറയുകയുണ്ടായി. വഖാല റജുലുൻ ലി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഒരു മനുഷ്യൻ വന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വരികയാണ്. എങ്ങനെയാണ് വരുന്നതെന്നറിയുമോ? ആ മനുഷ്യൻ, ആ റജുല് വന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഹമൽതു ഉമ്മി അലാ റഖബതി മിൻ ഖുറാസാൻ ഹത്താ ഖളൈതു ബിഹൽ മനാസിക അതറാനി ജസൈതുഹാ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട്, ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങളോട് ആ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, ഞാൻ ഖുറാസാൻ മുതൽ മക്ക വരെ എൻ്റെ ഉമ്മയെ പിരടിയിൽ ചുമന്നുകൊണ്ട് പോയി ഹജ്ജ് ചെയ്ത് ഞാനിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഉമ്മയോട് ചെയ്യേണ്ട എല്ലാ ബന്ധങ്ങളും ബാധ്യതകളും നിറവേറ്റിയവനാകുമോ? ഖാല ലാ ലാ വല്ലാഹി ലാ, ഇല്ല ഇല്ല മോനെ, ഒരിക്കലും നീ നിന്റെ ബാധ്യതകൾ വീട്ടിയവനാവൂല. കാരണം ത്വലഖത്തുൻ മിൻ ത്വലഖാതിഹാ, ആ പെണ്ണ് സഹിച്ച പ്രസവ വേദനയിൽ നിന്ന് ഒരു വേദന, അതിൻ്റെ അംശം പോലും ഇതുകൊണ്ട് വീടിപ്പോവുകയില്ല. അത്രയും വലിയ വേദനയാണ് ഒരു പെണ്ണ് സഹിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതാ ബഹുമാനപ്പെട്ട, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നാൽ ഒരുപാട് സംഭവങ്ങൾ കാണാം. ബഹുമാനപ്പെട്ട ഖാല സയ്യിദ് ഇബ്നു അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ലിബ്നിഹി യഹ്യാ, മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് വസിയത്ത് ചെയ്യുകയാണ്, മോനെ, നിനക്ക് നിന്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നീ ചെയ്തു പോകരുത്. അങ്ങനെ ചെയ്താൽ നിനക്ക് ഞാൻ നിന്റെ ജീവിതത്തിന് അനുവാദം നൽകുകയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅത്ത് ഇംറഅത്തുൻ, ഒരു പെണ്ണ്, അതാ ഇബ്നു അബ്ബാസ് തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. വമഅഹാ ഇബ്നുൻ ലഹാ, അവളുടെ കൂടെ ആരുണ്ട്? ഒരു മകനും കൂടെയുണ്ട്. വഹുവ യുരീദുൽ ജിഹാദ്, ഈ മകൻ യുദ്ധത്തിന് പോകാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടെ ഒരു പെണ്ണുണ്ട്, അഥവാ സ്വന്തം ഉമ്മയാണ്. ആ ഉമ്മയ അതാ വഹിയ തംനഉഹു, യുദ്ധത്തിന് പോകാൻ ഒരുങ്ങി വന്ന ഈ ചെറുപ്പക്കാരനെ ആ പെണ്ണ് പറയുന്നു, നീ ഇപ്പോൾ പോകാൻ പാടില്ല, ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് നീ യുദ്ധത്തിന് പോകാൻ പാടില്ല. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ്, അഖിം ഇൻദഹാ ഫഇന്ന ലക മിനൽ അജ്രി മിസ്ലല്ലദീ യുരീദ്
മോനെ നീ ആ ഉമ്മയുടെ അരികിൽ നിൽക്കുക. എന്തേ കാരണം? നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധത്തിന്റെ പ്രതിഫലം ആ ഉമ്മയുടെ ഖിദ്മത്തിൽ നീ നിന്നാൽ നിനക്ക് ലഭിക്കുന്നതാണ്. കണ്ടില്ലേ സഹോദരന്മാരെ, മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു തആല അൻഹു, ഉവൈസുൽ ഖറനി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിമായ വ്യക്തിത്വമാണ്, ദീർഘമായ ചരിത്രമാണ്. ഞാൻ ആ ചരിത്രത്തിന്റെ ദൈർഘ്യത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആ ഉവൈസുൽ ഖറനി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് കേൾക്കുമ്പോൾ യമനിലെ ഖറനി എന്ന പ്രദേശത്ത് ജീവിക്കുന്ന ഉവൈസിന് അല്ലാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്നേഹമായിരുന്നു. ആ സ്നേഹത്തിന്റെ വ്യാപ്തിയും വലിപ്പവും എത്രയാണെന്ന് പറഞ്ഞാൽ ഒടുങ്ങില്ല. ആ ഉവൈസ് അല്ലാഹുവിന്റെ റസൂലിനെ കാണാനായി പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ആ സമയത്ത് ഉമ്മ പറയുകയാണ്, മോനെ നീ പോയാൽ എനിക്കാരാണുള്ളത്, അതുകൊണ്ട് നീ പോകല്ലേ മകനെ എന്ന് പറഞ്ഞ് മകനെ തടയുകയാണ്. മഹാനായ ഉവൈസ് റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമത്തിലാവുകയാണ്. മുത്തുനബിയെ കാണണം എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് നടക്കാൻ പോകുമ്പോൾ തൻ്റെ സ്വന്തം മാതാവ് പറയുന്നു, നീ അതിനെപ്പോൾ പോകരുത്, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോകുമെന്ന് പറയുകയാണ്. മാതാവ് പറഞ്ഞത് അനുസരിക്കണമല്ലോ, എന്നാൽ റസൂലുള്ളാഹിനെ കാണണമല്ലോ, ഞാൻ എന്തു ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, ഓ ഉവൈസേ, റസൂലുള്ളാഹി അറിയിച്ചു കൊടുക്കുന്നു, നീ ഉമ്മയുടെ അടുക്കൽ തന്നെ നിൽക്കുക. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു കൊടുത്ത ഒരു കഥയുണ്ട്. അല്ലയോ ജനങ്ങളെ, അല്ലയോ സ്വഹാബ, അതാ യമനിൽ ഖറനി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഉവൈസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ തൻ്റെ മാതാവിന് ഖിദ്മത്തെടുത്ത കാരണത്താൽ എൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റാതായിരിക്കുകയാണ്. ആ മനുഷ്യന് അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അല്ലാഹുവിനോട് അവരെന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അല്ലാഹു അത് അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള അടിമകളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ. അതുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യനെ കണ്ടാൽ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഉമറേ, ആ മനുഷ്യനെ കണ്ടാൽ എൻ്റെ സലാം അയാൾക്ക് അറിയിച്ചു കൊടുക്കണം. പോരാ, എൻ്റെ ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറയണേ ഉമറേ. മഹാനായ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, അപ്പോൾ മാതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവര് തെറ്റല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കൽ നമുക്ക് നിർബന്ധമാണെന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും അവരുടെ വിളി കേൾക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അത്രയും ശക്തമാണ് അവരോടുള്ള ബന്ധം, ബാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കളോട് സ്നേഹത്തോടെ പെരുമാറണം. ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലി ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? നിസ്കരിക്കലാണോ? അതല്ല നോമ്പെടുക്കലാണോ? അതല്ല തസ്ബീഹ് ചൊല്ലലാണോ? അതല്ല സ്വലാത്ത് ചൊല്ലലാണോ? അല്ല അല്ല സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് അതാ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആരാണ് പറയുന്നത്? അബി അംരി ശൈബാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഹദ്ദസന സാഹിബു ഹാദിഹിദ്ദാർ, ഈ വീടിൻ്റെ ഉടമ ഞങ്ങളോട് ഹദീസ് പറഞ്ഞു. എന്നിട്ട് ചൂണ്ടിക്കാണിച്ചത് ആരുടെ വീട്ടിലേക്കാണ്? ഇലാദാരി അബ്ദുല്ലാഹിബിന് മസ്ഊദ്, അബ്ദുല്ലാഹിബിന് മസ്ഊദ് തങ്ങളുടെ വീട്ടിലേക്കാണ് ചൂണ്ടിക്കാണിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അബ്ദുല്ലാഹിബിന് മസ്ഊദ് ഞങ്ങളോട് പറഞ്ഞു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് എന്നോട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അതാ കൃത്യസമയത്ത് നിസ്കരിക്കലാണ്. പിന്നെ ഏതാണ്? ഖുൽതു സുമ്മ അയ്യുൻ, പിന്നെ ഏതാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. പിന്നെ ഏതാണെന്ന് ഞാൻ ചോദിച്ചു. അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ്. ഇതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്. അപ്പോൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകളിൽ നിന്ന് രണ്ടാമത്തെ അമല് അതേതാണ് സഹോദരന്മാരെ? അത് ബിർറുൽ വാലിദൈനിയാണ്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതകാലം മുഴുവനും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ കിട്ടുന്ന അവസരം, അവർക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. അതിന് എന്ത് വേണം? ഒന്നാമത് അല്ലാഹുവിൽ വിശ്വാസം വേണം. അതാണ് അല്ലാഹു പറഞ്ഞത്, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു. അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവന് അവിടെ മാതാപിതാക്കളൊരു വിഷയമേ അല്ല. നമ്മളതുകൊണ്ടാണ് അടുത്ത കാലഘട്ടത്തിൽ മാതാപിതാക്കളെ കൊന്ന മക്കളുടെ കഥ വായിക്കേണ്ട ഗതികേട് നമ്മൾക്ക് വന്നത്. കാരണം അവന് അല്ലാഹുവിൽ വിശ്വാസമില്ല. അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട്, പടച്ചവനെ പേടിയില്ലാത്തത് കൊണ്ട് അവൻ മദ്യം കഴിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു, എന്ത് തോന്നിയവാസവും ചെയ്യാനുള്ള ധാർഷ്ട്യം അവനുണ്ടായി തീരുകയാണ്. അവിടെയാണ് മാതാപിതാക്കളെ തിരിച്ചറിയാനുള്ള പഠനം അവന് കിട്ടിയില്ല. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ള പഠനമെങ്കിലും നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ മുകളിലും ഒരു പക്ഷേ വാള് പൊങ്ങിയേക്കാം, ചുറ്റിയ പൊങ്ങിയേക്കാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ കിട്ടുന്ന നേട്ടം എന്താണ്? അതിന് നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കൾക്ക് നമ്മൾ ഗുണം ചെയ്താൽ എന്ത് നേട്ടമാണ് നമുക്ക് കിട്ടാനുള്ളത്? അവർ നമുക്ക് ചെയ്തതിന് പ്രത്യുപകാരം കുറച്ചൊക്കെ ചെയ്യാമെന്നല്ലാതെ പ്രത്യേകിച്ചു വല്ല നേട്ടവുമുണ്ടോ? ഉണ്ട് സഹോദര, ഉണ്ട്. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും കൂടി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യബ്ന ആദം, ഓ ആദമിന്റെ സന്താനമേ, ബിർറ വാലിദൈക, നിന്റെ മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണം. വസിൽ റഹിമക, നിന്റെ റഹ്മിനെ, നിന്റെ കുടുംബങ്ങളെ നീ ചേർക്കണം. എന്നാൽ യുയസ്സിർ ലക അംറക, നിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടുന്നതാണ്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ, കുടുംബബന്ധം ചേർത്താൽ എന്താ കിട്ടുന്നത്?
നിന്റെ എല്ലാ കാര്യവും എളുപ്പമായി കിട്ടുന്നതാണ്. ആരാ പറയുന്നേ? സാദിഖുൽ മസ്തൂഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് തീർന്നില്ല. വയമുദ്ദലക ഫീ ഉംരിക, നിന്റെ ആയുസ്സിൽ നീളം കിട്ടുന്നതാണ്. ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? അകാല നര വന്നു എന്നാണ് പറയുന്നത്. കാലത്തല്ലാത്ത നര കയറി വന്നു എന്നാ പറയുന്നത്. അകാല നര എന്ന ഒരു നരയില്ല. കാലമാകുമ്പോൾ തന്നെയാണ് നര വരുന്നത്. പെട്ടെന്ന് മരിച്ചുപോയി എന്ന് നമ്മൾ പറയുന്നു. ഇതിനൊക്കെ കാരണം എന്താണ്? ആയുസ്സിന് നീളം കൂടാനുള്ള ചില വിദ്യകൾ, ചില മരുന്നുകൾ ഹബീബായ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ആരും ഗൗനിക്കാറില്ല. നേരം വെളുക്കുമ്പോൾ സുബഹി നിസ്കരിക്കാതെ ഈ റോട്ടിലൂടെ നടക്കുന്ന ഇത്താത്ത, പ്രിയപ്പെട്ട ഉമ്മ, ആലോചിച്ചോ, നീ എത്ര നടന്നിട്ടും കാര്യമില്ല. നിന്റെ ആയുസ് നീളാൻ നിന്റെ ഹബീബ് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അത് നീ പഠിച്ചു വെക്കണം. സുബഹിക്ക് മുമ്പുള്ള നടത്തം നടന്നത് കൊണ്ട് ആയുസ് നീളൂല, കാലും നീളൂല. കുറച്ച് കഴിയുമ്പോൾ കാലിന് തേയ്മാനമാണെന്ന് പറഞ്ഞ് നടക്കാൻ പോലും കഴിയാതെ വീട്ടിലിരിക്കാമെന്നല്ലാതെ വേറെ ഗുണം അതുകൊണ്ടുണ്ടോ? ചിന്തിക്കണം. അതുകൊണ്ട് ഗുണം കിട്ടണമെങ്കിൽ മുത്തുനബി പഠിപ്പിച്ചതും കൂടി നമ്മൾ കൊണ്ടു നടക്കണം. അതാണ് റസൂലുള്ള പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയുമോ? നിന്റെ ആയുസ്സിന് നീളം കൂടാൻ നീ കുടുംബ ബന്ധം ചേർക്കണം, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. പോരാ, റബ്ബക, നിന്റെ റബ്ബിന് നീ വഴിപ്പെട്ടാൽ നിന്നെ കുറിച്ച് നീ ഒരു ബുദ്ധിമാനാണെന്ന് പറയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നിന്റെ റബ്ബിന് വഴിപ്പെട്ട് നീ ജീവിക്കണം. അല്ലാതെ സുബഹിക്ക് മുമ്പ് നിസ്കാരമില്ലാതെ കുറെ നടക്കലാണ് ബുദ്ധി എന്ന് ചിന്തിക്കണ്ട. സുബഹി നിസ്കരിച്ചിട്ട് നടക്കുന്നതിനെ കുറിച്ചല്ലാട്ടോ ഞാൻ ഈ പറയുന്നത്. സുബഹി ഖളാക്ക് നടക്കുന്ന ചില പെണ്ണുങ്ങൾ ആ സമയത്ത് ഖുർആൻ ഓതിയാൽ അത് ആയുസ് കൂടാനും അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ സംഭാഷണവുമാണെന്ന് മുത്തുനബി പഠിപ്പിച്ചതാണ്. നീ ഓതിക്കോ, കയറിക്കോ. നീ എത്ര ഓതിയാൽ അതനുസരിച്ച് നിനക്ക് കയറ്റം കിട്ടുന്നതാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചതാണ്. പക്ഷേ നമുക്കെവിടെ നേരം? അപ്പം നമുക്ക് ഉറക്കം വരും. അതേസമയം 4 മണിക്ക് എണിച്ച് നടക്കാൻ ഒരു മടിയില്ല, ഒരു ഉറക്കമില്ല, ഒരു ക്ഷീണമില്ല. കാരണം എന്താ? അത് ഡോക്ടർ പറഞ്ഞതാണ്, ഇത് റസൂലുള്ള പറഞ്ഞതാണ്. തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അതുകൊണ്ട് സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളോടും എന്നോടും ഞാൻ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന നമ്മളനുസരിച്ചോ. ഇനി നിങ്ങൾക്കറിയുമോ, ഇതുകൊണ്ട് മാത്രം തീർന്നില്ല. നമ്മുടെ റിസ്ക് വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? എന്താണ് നമുക്ക് റിസ്ക് വർദ്ധിക്കാനുള്ള മാർഗം? നമ്മൾ എത്ര പണിയെടുത്താലും അധിക ആളുകളും വന്ന് പറയുന്ന പരാതിയാണ്, ഉസ്താദേ, ഞാൻ നല്ല അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് പൈസയും കിട്ടുന്നുണ്ട്, എന്താണോ കയ്യിലിരിക്കുന്നില്ല, ഭയങ്കര ചോർച്ചയാണ് എൻ്റെ കൈക്ക്. എന്താ ഇപ്പോൾ വർത്താനം? എന്താണ് നമ്മുടെ റിസ്ക്? അതിൽ ബറക്കത്തുണ്ടാകാനുള്ള കാരണം ഹബീബായ റസൂലുള്ള പറയുകയാണ്. അവിടുത്തെ പ്രിയപ്പെട്ട ഖാദിം അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻ അഹബ്ബി അൻ യമുദ്ദല്ലാഹ ഫീ ഉംരിഹി മൻ അഹബ്ബ അൻ യമുദ്ദല്ലാഹ ഫീ ഉംരിഹി. ഒരാള് തൻ്റെ ഉംറിൽ, തൻ്റെ ആയുസ്സിൽ നീളം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ, വയസീദു ഫീ റിസ്ഖിഹി, അവൻ്റെ റിസ്ഖിൽ വർധനവ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ഫൽ യബിർറ വാലിദൈഹി, അവൻ്റെ മാതാപിതാക്കൾക്ക് അവൻ ഗുണം ചെയ്തു കൊള്ളട്ടെ. നല്ല കടം, വലിയ ടൈറ്റ് അനുഭവപ്പെടുമ്പോൾ നേരെ കുറച്ച് അണ്ടിപ്പരിപ്പും ഈത്തപ്പഴമൊക്കെ വാങ്ങിച്ചിട്ട് ഉമ്മയുടെ അടുത്ത് പോകണം, ബാപ്പായുടെ അടുത്ത് പോകണം. അല്ലെങ്കിൽ ബാപ്പാക്കൊരു 500 രൂപ കൈ പിടിച്ചുകൊണ്ട് പോകണം. ബാപ്പായുടെ പൈസ ഒന്നും കൊടുക്കേണ്ടാന്ന് ചിന്തിക്കരുത്. ബാപ്പ എത്ര മുതലാളിയാണെങ്കിൽ പോലും നിങ്ങളുടെ പൈസയ്ക്ക് ബാപ്പാക്കൊരു സ്നേഹം ഉണ്ടാവും. ഇനി അതൊന്നും അല്ലെങ്കിൽ പറയാനും ഇല്ല. അങ്ങനെ കൊടുത്ത് ശീലിക്കണം, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം.
അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഇനി എങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യേണ്ടത്? അതും പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണല്ലോ. എങ്ങനെയാണ് നമ്മൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യേണ്ടത്? അത് ബിർറുഹുമാ, അവരോട് ഗുണം ചെയ്യേണ്ടത് ബിത്താഅതിഹിമാ, അവർ രണ്ടുപേർക്കും വഴിപ്പെടൽ കൊണ്ടാണ്. അല്ലാതെ അവരെ അടിച്ചിരുത്തിയിട്ടല്ല നമ്മൾ അവരോട് ഗുണം ചെയ്യേണ്ടത്. പിന്നെങ്ങനെയാ? അവർക്ക് വഴിപ്പെട്ടുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ഫീമായ ഉമുറാനി ബിഹി, നിന്നോട് അവർ എന്താണോ കൽപ്പിക്കുന്നത് ആ കാര്യത്തിൽ നീ അവർക്ക് വഴിപ്പെടണം. മാലം യക്കുൻ ബി മഹ്ദൂർ, അത് ഇസ്ലാമിൽ പറ്റാത്ത കാര്യമായാൽ ഒഴിച്ച്. ദീനിന് പറ്റാത്ത ഒരു കാര്യം പറഞ്ഞാൽ അതനുസരിക്കേണ്ടതില്ല. ദീനിന് പറ്റുന്ന കാര്യം അഥവാ ദീനിനെതിരില്ലാത്ത ഒരു കാര്യം മാതാപിതാക്കൾ പറഞ്ഞാൽ അത് അനുസരിക്കലാണ് അവരോട് ചെയ്യുന്ന ബിർറ്. അതുപോലെ തഖ്ദീമു അംരിഹിമാ അലാ ഫിഅലിൻ നാഫില, സുന്നത്തായ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാളും നീ അവരുടെ കാര്യത്തെ മുൻഗണന കൊടുക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. മാതാപിതാക്കൾ മോനെ എന്തോ ശരീരമൊക്കെ വേദന ഉണ്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണല്ലോടാന്ന് പറഞ്ഞു. എപ്പോഴാണ് ഇത് പറഞ്ഞത്? നമ്മൾ ദുഹ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ്. അപ്പം നമ്മൾ ബാപ്പാട്ടെ പറയുന്നത്, ബാപ്പ ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കട്ടെ, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ 33 ചെല്ലട്ടെ എന്ന് പറയാൻ നിൽക്കരുത്. അപ്പം തന്നെ റെഡി ആയിക്കൊള്ളണം. മനസ്സിലായ? അപ്പോൾ അള്ളാഹുവിന് ചെയ്യേണ്ട താഴത്ത് തന്നെയാണെങ്കിലും അത് സുന്നത്താണെങ്കിൽ അത് പിന്തിച്ചിട്ട് മാതാപിതാക്കൾക്ക് വഴിപ്പെടലിനെ മുന്തിക്കണമെന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെയോ മാത്രം പോരാ, അതുമാത്രം പോരാ സഹോദരന്മാരെ, വൽ ഇൻഫാഖ അലൈഹിമാ, അവർ രണ്ടുപേരുടെയും മേൽ നീ മുതൽ ചെലവാക്കണം. ആശുപത്രി കൊണ്ടുപോകുമ്പോൾ അതാ അനിയൻ ചെയ്തോട്ടെ, അവൻ്റെ വീട്ടിലല്ലേ വാപ്പായുമായും താമസിക്കണത്, നമ്മൾ പതുക്കെ മാറിക്ക. നമ്മളങ്ങനെ പോയൊക്കെ ഒന്നിങ്ങനെ സോപ്പിട്ട് വാപ്പ ഇങ്ങനെയുണ്ട്, ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഇതാപ്പിളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അത് വല്ലപ്പോഴും കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് പതുക്കെ തടി സലാമത്താക്കി പോരല്ല വേണ്ടത്. അതൊക്കെ അനുജൻ ചെയ്തോളും. കാരണം തറവാട്ടിലാണല്ലോ വാപ്പായുമായി ഉള്ളത്, അത് അവൻ്റെ ബാധ്യതയാണെന്ന് ആക്കി തീർത്താ അവനങ്ങ് കൊണ്ടുപോകും, നമ്മുടെ ഇതിലൊന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ എന്ത് വേണം? അവർക്ക് എന്തെങ്കിലും ആവശ്യമായി വന്നാൽ അതിന് പൈസ ചെലവാക്കണം, നമ്മൾ ചെലവാക്കണം. അവൻ ചെലവാക്കിയോ ഇവൻ ചെലവാക്കിയോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ അപ്പം ചെലവാക്കണം, അല്ലെങ്കിൽ കടം വാങ്ങാൻ കിട്ടുമെങ്കിൽ കടം വാങ്ങിച്ച് ചെലവഴിച്ചോളണം. അതാണ് വേണ്ടത്. അതെൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, കടം മേടിച്ച് ചെയ്യാനൊന്നും അള്ള പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാൻ നിൽക്കരുത്. അതൊന്നും ഒരു അദബല്ല, അങ്ങനെ ചെയ്യണം. പിന്നെ എന്താണ്? അവരോട് ഒരിക്കലും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കരുത്. അവരോട് അതുപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങൾക്ക് എതിരായി നിൽക്കരുത്. അവരുടെ ഇഷ്ടങ്ങൾക്ക് എതിരായി നിൽക്കരുത്. മരിക്കാൻ കിടക്കുന്ന ബാപ്പ വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കും. സിഗരറ്റ് വലിക്കാൻ പാടില്ല, നമുക്കൊക്കെ ദേഷ്യമുള്ള സാധനമാണത്. പക്ഷെ ബാപ്പ പതിവായി കുറേ കാലങ്ങളായിട്ട് അങ്ങനെ വലിച്ചു വരുന്നതാണ്. അപ്പോൾ വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിച്ചാലാണ് ബാപ്പാക്കൊരു ആശ്വാസം കിട്ടുള്ളൂ. എന്നാൽ അത് വാങ്ങിച്ചു കൊടുത്താലും ബാപ്പാക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ അതും തെറ്റാവില്ല എന്നാണ്. മനസ്സിലായ? അതായത് ആ മരിക്കാൻ കിടക്കണ ബാപ്പ ഇനിയിപ്പോൾ സിഗരറ്റ് വലിക്കാതെ നോക്കിയിട്ട് ഇനി ചങ്ക് നന്നാക്കാൻ നിൽക്കൊന്നുമില്ലല്ലോ, നിന്നാവൂലല്ലോ. അപ്പോൾ വാപ്പയുടെ സന്തോഷമാണ്. അഥവാ വാപ്പാക്ക് ഇഷ്ടപ്പെട്ടത് ഷുഗർ രോഗം, ഞാൻ സിഗരറ്റ് വലിച്ചത് പറഞ്ഞത് ഇത്തിരി അധികം പറ്റാമെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കി. ഇപ്പോൾ ഷുഗർ രോഗമുള്ളതാണ് വാപ്പാക്ക്. മധുരമിട്ട് ചായ കുടിക്കൂല. അപ്പോൾ ഒരു ദിവസം ബാപ്പ പറഞ്ഞു, മോനിച്ചിരി മധുരമിട്ട് ചായ ഉണ്ടാകാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി വാപ്പാക്ക് മധുരമിട്ട് കൊടുക്കരുത്, ഇപ്പം തന്നെ ആൾ കാഞ്ഞു പോകുന്ന അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. 98 വയസ്സായ വാപ്പ ഇനി മധുരം ഇട്ടെന്താ ഇട്ടില്ലെങ്കിൽ എന്താ അല്ലേ? ജീവിച്ചത്ര എന്തായാലും ജീവിക്കുമല്ലോ, അപ്പം മധുരമിട്ട് കൊടുത്തോളണം കേട്ടാ. അങ്ങനെ വാപ്പാടെ ഇഷ്ടങ്ങൾക്കെതിരെ നിൽക്കരുത്. ദീനിനെതിരല്ലാത്ത ഇഷ്ടമാണെങ്കിൽ, ദീനിനെതിരായിട്ടാണെങ്കിൽ നിൽക്കണ്ട. അല്ലാത്ത ഒരു ഇഷ്ടത്തിനും എതിരെ നിൽക്കാൻ പാടില്ല. പിന്നെയോ സഹോദരന്മാരെ, വൽ മുബാലഗതു ഫീ ഖിദ്മത്തിഹാ, അവർക്ക് ഖിദ്മത്ത് എടുക്കുന്നതിൽ മുബാലഗത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വാപ്പ പറയണം, മോനെ എൻ്റെ കാലിന് ഭയങ്കര വേദന ഉണ്ടാവും, ഒന്ന് തിരുമ്മി തന്നേന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ തിരുമ്മിയിട്ട് മതിയില്ലാപ്പ മതിയില്ല,
അതിന് ചോദിക്കരുത്. വാപ്പ പറയാണ് ആ മതിയുടെ മതി, ഇനി അത് മതി എന്ന് പറഞ്ഞാലും കുറച്ചു നേരം കൂടി. കാരണം വണ്ടി നിൽക്കാൻ ഒരു അല്പസമയം കൂടി എടുക്കൂല. ഒരു വണ്ടി ഓടിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി സഡൻ ബ്രേക്ക് ചവിട്ടി അപ്പം തന്നെ ആള് കാഞ്ഞു പോകില്ലേ? അപ്പം സഡൻ ബ്രേക്ക് ചവിട്ടരുത്, പതുക്കെ പതുക്കെ നിർത്താവും. കണ്ട, അപ്പോൾ അവരോട് പെരുമാറുന്ന പെരുമാറ്റ ചട്ടങ്ങളെല്ലാം കിതാബുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ വാപ്പയുടെയും ഉമ്മയുടെയും സുഖമില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും അരികിൽ പോയി ഇരിക്കുന്ന അത്രയും വലിയ പുണ്യം വേറെയില്ല. നിന്റെ ഒരു കാര്യം പിന്നെ അതിൻ്റെ അപ്പുറം നടക്കാനും പോണില്ല. അതുകൊണ്ട് നീ അവിടെ കൂടണം, സമയം കണ്ടെത്തണം. അതാണ് പറയുന്നത്. പിന്നെയോ വസ്തിഅ്മാലുൽ അദബി വൽ ഹൈബത്തി ലഹുമാ. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നീ അവരോട് അദബ് പാലിക്കണം. വാപ്പ ഇരിക്കണോടത്ത് കയറി ഇരിക്കാൻ പാടില്ല, വാപ്പാടെ മുകളിൽ കയറിയും ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വാപ്പയോട് അദബ് പാലിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അത് ഇപ്പം അങ്ങനെയാ, സുഹൃത്ത് ബന്ധാണ്. ഇപ്പൊ കുട്ടികളൊക്കെ ബാപ്പായും ഭയങ്കര സുഹൃത്ത് ബന്ധാണെന്നൊക്കെ പറയണത് അത് തമ്മീസാവാത്ത പ്രായത്തിലാ. തമ്മീസായ ആളുകൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വാപ്പാനെ തിരിച്ചറിഞ്ഞില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ പഴയ കാലം പോലെ അല്ല, വാപ്പായുമായും ഫ്രണ്ട്ഷിപ്പാണ്, ഫ്രണ്ട്ലിയാണ്, അതുകൊണ്ട് ഒപ്പം കയറി ഇരിക്കാതെ അങ്ങനെ ഒരു നിയമം എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നിയമേ എവിടെയും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ചിന്തിക്കണം. അത് നമുക്ക് തമ്മീസാകാത്ത കാലത്തോളം അങ്ങനെ പറ്റും. അപ്പോൾ ഇപ്പോഴും തമ്മീസായിട്ടില്ലയോ ചെയ്യാം, അത് നമ്മളെ ചിന്തിക്കേണ്ടത്. നമുക്ക് തമ്മീസായോ ഇല്ലയോ, വാപ്പ വാപ്പയാണെന്ന് തിരിച്ചറിയാനുള്ള പ്രായം നമുക്കായോ ഇല്ലയോ എന്ന് നമ്മളാ ചിന്തിക്കേണ്ടത്. വാപ്പ ചിന്തിക്കൂല. ഇപ്പോഴത്തെ വാപ്പമാരെ അങ്ങനെ ചിന്തിക്കൂല. ചിന്തിച്ചാൽ കുഴപ്പമാകുമെന്ന് വാപ്പാക്ക് തന്നെ അറിയാം. കാരണം ഇപ്പം മോന് താഴെ ഇരിക്കണം, ഇനി നമ്മുടെ തലയിൽ കയറി ഇരിക്കുമെന്നറിയാം. അതുകൊണ്ട് അപ്പണിക്ക് വാപ്പ നിൽക്കൂല, ബുദ്ധിയുള്ള വാപ്പമാരൊന്നും. അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോക്കണം. എന്ത് നോക്കണം? എൻ്റെ വാപ്പയോട് അദബ് പാലിച്ചുകൊണ്ടാണോ ഞാൻ ഈ ഇരിപ്പിരിക്കുന്നത് എന്ന് സ്വയം നമ്മൾ വിലയിരുത്തണം. എന്നിട്ട് ആ രീതിയിൽ ഇടപെടണം. അതാണ് മാതാപിതാക്കളോടുള്ള ഇത്. നിങ്ങൾ ഉദ്ദേശിക്കും പോലെ നമ്മൾ എത്ര പറഞ്ഞാലും ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ കണ്ണടയ്ക്കും മാതാപിതാക്കൾ, അല്ലാതെ വേറെ രക്ഷയില്ല. അതുകൊണ്ട് ലോകമാകെ കണ്ണടയ്ക്കുകയാണ്. അതുകൊണ്ട് നിയമമൊക്കെ അള്ളാഹു ഖുർആനിൽ മാറ്റി, അല്ലെങ്കിൽ ഹദീസിൽ മാറ്റി, അല്ലെങ്കിൽ ചരിത്രത്തിൽ മാറി. ഇനി പുതിയ നിയമമാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറ്റൂല. എത്രത്തോളം നിങ്ങൾക്കറിയുമോ? വലാ യഹ്ദുഖു ഇലൈഹിമാ, അവരിലേക്ക് നീ സൂക്ഷിച്ചു നോക്കാൻ പാടില്ല. ഉർത്തിച്ചു നോക്കാന്നൊക്കെ പറയൂലേ, അങ്ങനെ നോക്കാൻ പോലും പാടില്ല എന്നാണ് നിയമം. തീർന്നില്ല. വലാ യദ്ഉഹുമാ ബിസ്മിഹിമാ, പേര് ചൊല്ലിക്കൊണ്ട് വിളിക്കാൻ പാടില്ല. വയംശി വറാഅഹുമാ, അവരുടെ പിന്നിലല്ലാതെ മുന്നിൽ കയറി നീ നടക്കാൻ പാടില്ല. വയസ്ബിറു അലാ മാ യക്റഹു മിമ്മാ യസ്ദുറു മിൻഹുമാ, അവരിൽ നിന്ന് എന്ത് വെറുപ്പുള്ള കാര്യം നിനക്കുണ്ടായാലും നീ അത് ക്ഷമിക്കുക എന്നല്ലാതെ അതിനെ ചോദ്യം ചെയ്യാൻ മോനെ മോളെ നിനക്ക് അവകാശമില്ല. ഇതാണ് എന്ത് മാതാപിതാക്കളോട് അനുവർത്തിക്കേണ്ട എന്താണ് ചട്ടം. ഇതാണ്. പിന്നെ നമ്മൾ ഇനി എന്ത് പറഞ്ഞാൽ അത് നമ്മുടെ ഇഷ്ടം. അത് നമുക്ക് എത്ര തമ്മീസായിട്ടുണ്ടോ അതനുസരിച്ച് നമുക്ക് പറയാം. അത് നമ്മുടെ തമ്മീസ് അനുസരിച്ചാണ്. മാതാപിതാക്കളെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെന്ന് നമ്മളാ ചിന്തിക്കേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് മാതാപിതാക്കൾ ഒരു പരിധി വിട്ട് അങ്ങനെ നന്നാക്കാൻ നിൽക്കൂല. നന്നായി കഴിഞ്ഞാൽ അവസാനം സംഗതി ഉള്ള കഞ്ഞി പാറ്റയെ അടിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിന് നിൽക്കൂല. നമ്മൾ സ്വയം ചിന്തിക്കണം. എല്ലാ മുത്താലിമീങ്ങളും ഗൗരവത്തിൽ ചിന്തിക്കണം. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കാലത്ത് മുത്താലിമീങ്ങൾക്കൊക്കെ അദബ് കുറഞ്ഞു പോയത് മാതാപിതാക്കളെ ഗൗനിക്കാത്തതുകൊണ്ടാണെന്ന് സംശയമാണ്. നമ്മുടെ ദർശനമുള്ള മുത്താലിമീങ്ങളൊക്കെ നല്ല ഉഷാറാണ്. മാതാപിതാക്കളെ കണ്ടില്ലെങ്കിൽ എന്ത് കരച്ചിലാണെന്നറിയാം. ഇവിടെ ഞാൻ പലപ്പോഴും അനുഭവസ്ഥനാണ് ഞാൻ. മാതാപിതാക്കളെ കാണാത്തതിൻ്റെ വലിയ അനുസരിച്ച് ഇപ്പോഴും കരയും. വേണമെങ്കിൽ മാതാപിതാക്കളെ കണ്ടില്ല എന്നും പറയും. മനസ്സിലായ? അപ്പോൾ അവർ നല്ല കാര്യം. അപ്പോൾ അവർക്ക് നല്ല സ്നേഹമുണ്ട്. അള്ളാഹു സ്നേഹം ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് ഗുണമുള്ള മക്കളാക്കി അള്ളാഹു ഈ മക്കളെ ഒക്കെ മാറ്റുമാറാകട്ടെ. പക്ഷേ ഈ മക്കളെ മാത്രമല്ല, അപ്പുറത്തിരിക്കുന്ന ഉമ്മമാരുടെ എല്ലാ മക്കളെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ. പക്ഷേ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നല്ല ഗൗരവം നമ്മൾ കാണിക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, അത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ്.
സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ് സഹോദര. മഹാനായ ഔസാഇ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ മക്ഹൂൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ്, ഇദാ ദഅത്ക വാലിദത്തുക, കണ്ടോ, നിന്റെ വാലിദത്ത്, നിന്റെ മാതാവ് നിന്നെ വിളിച്ചാൽ, എത്തരത്തിൽ അന്ത ഫിസ്സലാത്തി, നീ നിസ്കാരത്തിലാണ്, ആ നിനക്ക് നിന്നെ വിളിച്ചാൽ ഫഉജീബഹാ, അവൾക്ക് നീ മറുപടി നൽകണം. ഫഇൻദാക അബൂക ഫലാ തുജിബുഹു, എന്ന വാപ്പയാണ് വിളിക്കുന്നതെങ്കിൽ സുന്നത്ത് നിസ്കാരത്തിന് മറുപടി കൊടുക്കണ്ടെന്നാണ് ഔസാഇ ഇമാമിന്റെ മദ്ഹബാണ്. ഉമ്മയാണ് വിളിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പ്രത്യേകം ഗൗനിക്കണം. കാരണം ഉമ്മയ്ക്ക് വാപ്പയേക്കാൾ 3 കാര്യങ്ങളെ കൊണ്ട് ശ്രേഷ്ഠത കൂടുതലുണ്ടെന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. എന്താണത് 3 കാര്യങ്ങൾ? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്തു വളർത്തിയതും അവളാണടോ, ഇവ 3 കാര്യമിൽ വാപ്പയിൽ ഒഴിവാണടോ, ചുരുക്കി പറഞ്ഞാൽ റബ്ബൊഴിച്ചാൽ പിന്നെ സർവർക്കും ആശാ കേന്ദ്രവും അവൾ തന്നെ. ഗർഭം ചുമന്നു, അത് വാപ്പാക്ക് ചെയ്യാൻ കഴിയൂല അല്ലേ? അതുപോലെ പ്രസവിച്ച വേദന തിന്നത് അത് ഉമ്മയാണ്, വാപ്പയ്ക്ക് കഴിയൂല. പിന്നെയോ പാലും കൊടുത്ത് വളർത്തിയത് ആരാണ്? അത് ഉമ്മയാണ്, വാപ്പയ്ക്ക് കഴിയൂല. ഈ 3 കാര്യങ്ങൾ ഉമ്മയ്ക്ക് വാപ്പയേക്കാൾ ശ്രേഷ്ഠത കൂടുതലുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഉമ്മയും വാപ്പയും നമ്മുടെ സ്വർഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്വർഗം നഷ്ടപ്പെടുന്ന ഇന്നൽ വാലിദത്ത ഔസത്തു അബ്വാബിൽ ജന്ന, മാതാപിതാക്കൾ അത് സ്വർഗത്തിൻ്റെ നടുക്കുള്ള കവാടമാണ്. കണ്ടോ സഹോദരന്മാരെ, മഹാനായ അബ്ദുറഹ്മാൻ സലമി റളിയല്ലാഹു അൻഹു, ജാഅ റജുലുൻ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. ഫഖാല, എന്നിട്ട് അയാൾ പറയുകയാണ്, ഇന്നംറഅതി, എൻ്റെ മകളുണ്ട്, എൻ്റെ ഭാര്യയുണ്ടല്ലോ, വ അന ഉഹിബ്ബുഹാ, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ ഭാര്യയെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ വ അന്ന ഉമ്മി വ ഇന്ന ഉമ്മി തഅ്മുറുനി ബിതലാഖിഹാ, എൻ്റെ ഉമ്മ എന്നോട് കൽപ്പിക്കുകയാണ്, എന്തുകൊണ്ട്? അവളെ തലാഖ് ചൊല്ലണമെന്ന് കൽപ്പിക്കുന്നു. എനിക്കെൻ്റെ ഭാര്യയോട് വല്ലാത്ത ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ഉമ്മ പറയാണ്, മോനെ നീ തലാഖ് ചൊല്ലിക്കോ, നിൻ്റെ ഭാര്യ അത്ര നല്ലതല്ല, ഇസ്ലാമികമായി ദീനിയായി കുറേ കുറവുകളുണ്ട്, അവളിൽ അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തലാഖ് ചൊല്ലിക്കോ എന്ന് പറയുകയാണ്. ആരാണ് ഇതൊക്കെ? സ്വാലിഹീങ്ങളുടെ താബീങ്ങളുടെ കാലത്തുള്ള ഉമ്മമാർ പറഞ്ഞ കഥയാണ് കേട്ടോ. ഇപ്പം നമുക്ക് തോന്നുമ്പോൾ അവർ കഞ്ഞി വെച്ചതിന് ഉപ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മരുമോളെ തലാഖെല്ലാം അവരോട് പറയാൻ പാടില്ല. ആ സംഭവം അല്ല ഈ പറയുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും അങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞ സമയത്തിൽ അപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ആമുറുക്കാൻ തുതല്ലിഖഹ, അവളെ തലാഖ് ചൊല്ലാൻ ഞാൻ പറയുന്നില്ല. വലാ ആമുറുക്കാൻ താഴ്സിയ ഉമ്മക്ക, നിന്റെ ഉമ്മയ്ക്ക് അനുസരണക്കേട് കാണിക്കാനും ഞാൻ പറയൂല. നിന്റെ ഭാര്യയെ തലാഖ് ചൊല്ലാനും ഞാൻ പറയൂല, അതുപോലെ നിന്റെ ഉമ്മയെ അനുസരണക്കേട് കാണിക്കാനും ഞാൻ പറയൂല. പക്ഷെ ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം, വലാകിൻ ഉഹദ്ദിസുക ഹദീസൻ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ട ഒരു ഹദീസ് ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ ഹദീസ്? ഇന്നൽ വാലിദത ഔസതു അബ്വാബിൽ ജന്ന, മാതാവ് അത് സ്വർഗത്തിൻ്റെ മധ്യത്തിലെ കവാടമാണ് എന്ന് നീ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മതി. അപ്പോൾ ഒന്നുകിൽ നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കുന്ന രൂപത്തിൽ ഭാര്യയെ ചിട്ടപ്പെടുത്തണം, അല്ലെങ്കിൽ ഭാര്യയെ എന്ത് ചെയ്യണം? മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കണം.
എന്നാണ് ബഹുമാനപ്പെട്ടവർ. എന്തായാലും മാതാവിനെ എതിർത്തിട്ട് വീട്ടിൽ നീ എന്ത് ചെയ്യരുത്, കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ ഭാര്യയെ നിനക്ക് പിടിച്ചു വയ്ക്കാം. അതല്ല, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിന്റെ ഭാര്യയെ നിനക്ക് ഒഴിവാക്കാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരന്മാരെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാരും അപ്പമാര് അവരോടുള്ള ഹക്ക് വളരെ വലുതാണെന്ന് നാം മനസ്സിലാക്കണം. എത്രയാണെന്ന് പറഞ്ഞാൽ ഒടുങ്ങാത്ത ഹക്കുകൾ അവരോട് നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ അവരോട് വളരെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ പെരുമാറണം സഹോദരന്മാരെ. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വലിയ ആബിദായിരുന്നു, സ്വാലിഹായ മനുഷ്യനായിരുന്നു, അല്ലാഹുവിനെ ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. ജനങ്ങളുമായി ഇടപഴകാൻ പ്രയാസപ്പെട്ടിട്ട് അദ്ദേഹം കാടൻ പ്രദേശത്തിലേക്ക് പോയി ഒരു ചെറിയ കൂടാരം കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് ഇബാദത്തെടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹു. ആ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഒരു ദിവസം അതാ അങ്ങോട്ട് വന്നിട്ട് മോനെ വിളിക്കുകയാണ്. മോനെ വിളിക്കുമ്പോൾ ഈ മകൻ നിസ്കാരത്തിലായിരുന്നു. അപ്പോൾ ജുറൈജ് തൻ്റെ മനസ്സിൽ കരുതുകയാണ്, ഉമ്മീ വസ്സലാ, ഉമ്മീ വസ്സലാ, അല്ലാ എൻ്റെ ഉമ്മയാണല്ലോ എന്നെ വിളിക്കുന്നത്, അതേസമയം ഞാൻ നിസ്കാരത്തിലാണല്ലോ, എന്ത് ചെയ്യും? 2-3 തവണ വിളിച്ചിട്ടും ജുറൈജ് വിളി കേൾക്കാതെ വന്നപ്പോൾ ആ ഉമ്മാതാ ദുആ ചെയ്യുകയാണ്, പടച്ച തമ്പുരാനെ, മോശക്കാരിയായ ഒരു പെണ്ണിൻ്റെ മുഖം കാണിക്കാതെ ഇവനെ നീ മരിപ്പിക്കരുത് അല്ലാ. ദുആ ചെയ്യുകയാണ്. അങ്ങനെ ഉമ്മ അങ്ങോട്ട് തിരിച്ചുപോയി. അപ്പോൾ ആ കാട്ടിൽ അതാ പശുക്കളെ നോക്കുന്ന ഒരു ഇടയനുണ്ടായിരുന്നു. അയാൾ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ കൂടാരത്തിൻ്റെ തൊട്ടപ്പുറത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഈ മനുഷ്യനെ കാണാനായിട്ട് ആ നാട്ടിലെ ഒരു വ്യഭിചാരിയായ പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഇടയൻ്റെ അടുക്കൽ വരാറുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവരുടെ ആ ബന്ധത്തിൽ ഒരു കുട്ടി ജനിക്കുകയാണ്. അങ്ങനെ ഗർഭിണിയായ ആ പെണ്ണ് പൂർണ്ണ ഗർഭിണിയായപ്പോൾ പ്രസവിക്കുകയാണ്. പ്രസവം കഴിഞ്ഞ് ആ കുട്ടിയുമായി ജനസാഗരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന പെണ്ണിനോട് ആളുകൾ ചോദിക്കുന്നു, ഈ കുട്ടിയുടെ പിതാവ് ആരാണ്? ആ സമയത്തിൽ പല പ്രാവശ്യം ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി വന്ന് കേണപ്പോൾ ആട്ടി ഓടിച്ച ജുറൈജിനോട് ദേഷ്യം തോന്നിയ പെണ്ണ് പറയുകയാണ്, ഈ കുട്ടി അവിടെ കൂടാരത്തിൽ ഭജനമിരിക്കുന്ന അല്ലെങ്കിൽ ഇബാദത്തിൽ വ്യാപൃതനായ ജുറൈജിൻ്റെ മകനാണ്. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കേട്ടപ്പോൾ ബഹുമാനത്തോടെ ആദരവോടെ നിന്ന ജനങ്ങൾ മുഴുവൻ ഇടയുകയാണ്. അവരോടി വരികയാണ്. ജുറൈജിൻ്റെ ആ കൂടാരമത പൊളിച്ചു മാറ്റുകയാണ്. ജുറൈജിനെ പൊതിരത്തല്ലുകയാണ്. അപ്പോൾ ആണ് ജുറൈജ് വിവരമറിയുന്നത്. എന്തിനാണ് നിങ്ങൾ എൻ്റെ കൂടാരം പൊളിച്ചത്? എന്തിനാണ് നിങ്ങൾ എന്നെ മർദ്ദിച്ചത്? മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അവരാ പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ പെണ്ണിൽ കുട്ടിയുണ്ടാക്കിയവൻ നീയല്ലേടാ. അപ്പോഴാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു വിവരമറിയുന്നത്. ഉടനെ ചോദിച്ചു, ആ കുട്ടി എവിടെയാണ്? ആ ചോര പൈതലിനെയും എടുത്ത് ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുകയാണ്, കിടത്തുകയാണ്. ആ സമയത്തിൽ ആ കുട്ടിയോട് മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മസ്മുക, നിന്റെ പേരെന്താണ്? വമൻ അബൂക, മോനെ നിന്റെ വാപ്പയാരാണ്?
ഉടനെ ആ കുട്ടി മറുപടി പറയുകയാണ്, ആ കന്നാലികളെ നോക്കുന്ന ആ ഇടയനാണ് എൻ്റെ വാപ്പാ. അതോടുകൂടി എല്ലാവരും അത്ഭുതപ്പെടുകയാണ്, കാര്യങ്ങൾ തിരിഞ്ഞു മറിയുകയാണ്. ജുറൈദ് റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. ആ സമയത്ത് ജുറൈദിനോട് പറഞ്ഞു, നിന്റെ ഈ പൊളിച്ചു കളഞ്ഞ ആ കൂടാരം ഞങ്ങൾ സ്വർണം കൊണ്ട് കെട്ടിത്തരാം, ഞങ്ങളോട് മാപ്പാക്കണേ. ആ സമയത്ത് ജുറൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വേണ്ട വേണ്ട, അത് പഴയ മാതിരി നിങ്ങൾ മടക്കി തന്നാൽ മതി. എൻ്റെ ഉമ്മയുടെ ദുആ കൊണ്ടാണ് എനിക്ക് ഈ ഗതികേട് വന്നത്. കണ്ടോ സഹോദരന്മാരെ, എത്ര സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണെങ്കിലും മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾക്ക് വലിയ ഗൗരവമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാതാപിതാക്കളോട് ഇടപെടുന്നത് വളരെ സൂക്ഷിച്ചു വേണം, നല്ല രൂപത്തിലായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിപത്തുകൾ അതിൻ്റെ പേരിൽ വന്നു ഭവിക്കുന്നതാണ്. മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഈ ദുനിയാവിൽ വെച്ച് മാതാപിതാക്കൾക്ക് വല്ല നന്മയും ചെയ്താൽ അള്ളാഹു ഉടനെ തന്നെ അതിൻ്റെ പ്രതിഫലം അവന് നൽകുന്നതാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുകയാണ്, ഇതിൽ നിന്നും മറ്റൊരു കാര്യം കിട്ടുന്നതാണ്. ആരെങ്കിലും മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ തല്ലുകയും അടിക്കുകയും ചുറ്റികയ്ക്കടിക്ക് കൊല്ലുകയും ഒന്നും വേണ്ട സഹോദരാ. ഒരു കാര്യം അവർ പറയുമ്പോൾ നിന്റെ മനസ്സിലൊരു ചെറിയ നീരസമുണ്ടായാൽ മതി, അതും ഉപദ്രവം തന്നെയാണ്. ഇത് ഖുർആൻ പറഞ്ഞ ഉപദ്രവമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഉപദ്രവിച്ചാൽ ദുനിയാവിൽ തന്നെ അവരുടെ മക്കളിൽ നിന്ന് അത് അനുഭവിക്കാതെ മരിക്കുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ഈ ഗുണങ്ങളൊക്കെ ചെയ്യേണ്ടത്, മരിച്ചു കഴിഞ്ഞാലും അവർക്ക് നമ്മൾ ഗുണം ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ജീവിച്ചിരുന്ന് മരിച്ചാൽ ഒരു പട്ടിയെ അല്ലെങ്കിൽ ഒരു പശുവിനെ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നത് പോലെ കുഴിച്ചിട്ടിട്ട് തിരിച്ചു വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ചെറിയ പിള്ളേരൊക്കെ അങ്ങനെയുണ്ട്. മതം മാറിപ്പോണതാണ്, അല്ലാതെ വേറെ ഒന്നല്ല. നാളെ എൻ്റെ ഒരു സഹോദരൻ, ഒരു സുഹൃത്തുണ്ട് കളമശ്ശേരി. അദ്ദേഹം ജീവിതകാലത്ത് വലിയ കഠിനാധ്വാനം ചെയ്ത് നല്ല സമ്പത്തുണ്ടാക്കി. ആ സമ്പത്ത് 2 മക്കളുള്ളൂ, അവർക്കൊക്കെ എഴുതി വെച്ചു, എല്ലാം റെഡിയാക്കി വെച്ചു. ആ മോന് റിയാദിൽ ഭയങ്കര ജോലി മേടിച്ചു കൊടുത്തു. ഒരു മാസം 5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലി. ഒരു 10 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. അവിടെ ആ റിയാദ് മറ്റേ മക്ക മദീന റെയിൽവേയുടെ പണി, അതിൻ്റെ എൻജിനീയറിംഗ് ഒക്കെ അയാളെ നടത്തിയത്. അപ്പോൾ അത്രയും കാലം മുമ്പാണെന്ന് ചുരുക്കം. അന്ന് 5 ലക്ഷം കിട്ടുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അയാളുടെ ശമ്പളമൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഈ മനുഷ്യൻ ഒരു ദിവസം ബാപ്പാനെ വിളിക്കുകയാണ്. നല്ല മനുഷ്യനാണ്, 5 നേരം നിസ്കരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ജനങ്ങളെയൊക്കെ ക്ഷണിക്കാൻ പോകും, ദീനിലേക്ക് ക്ഷണിക്കാൻ പോകുന്ന ആ പാർട്ടിപ്പെട്ട ആളാണ്. അല്ലാതെ നിസ്സാരക്കാരനൊന്നുമല്ല. നല്ല തസ്ബീഹൊക്കെ പിടിച്ചുകൊണ്ട് നടക്കണ നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അങ്ങനെ ഇയാൾ ഒരു ദിവസം വാപ്പാനെ വിളിക്കുക, വാപ്പാ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. എന്താ മോനെ ചെറിയ കാര്യം? അതെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്. വാപ്പാക്ക് എന്തെങ്കിലും ആഖിറത്തിലേക്ക് വേണമെങ്കിൽ അത് വാപ്പ ഉണ്ടാക്കി വെച്ചോളൂ. കാരണം ഖുർആനിൽ അള്ളാഹു പറഞ്ഞേക്കണ ലൈസലിൽ ഇൻസാനി ഇല്ലാമാ സഅ. മനുഷ്യന്മാർക്ക് അവൻ പ്രവർത്തിച്ചതല്ലാതെ കിട്ടൂല എന്ന് പറഞ്ഞില്ല. ദുനിയാവിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ബാപ്പ എന്നോട് ചോദിച്ചു, സ്വർഗ്ഗമാക്കി തരാൻ പറഞ്ഞാൽ ഞാനത് ആക്കി തരും, അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇതൊന്നും കിട്ടൂല, കാരണം ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, അതുകൊണ്ട് കിട്ടൂല. അതുകൊണ്ട് ബാപ്പ ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് വിളിച്ചു പറഞ്ഞു. മനസ്സിലായ? യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്ക്, ഈ പൊട്ട പോയത്തക്കാരന് എന്തെങ്കിലും ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ ഇവന് ചിന്തിക്കാൻ പാടില്ല. വാപ്പില്ലാതെ ഇവനുണ്ടാവുക. ഇതും വാപ്പ ഉണ്ടാക്കിയത് തന്നെയല്ലേ. നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഇവിടെ ഒരു തെങ്ങ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ തെങ്ങ് വളർന്ന് വലുതായ ആ തെങ്ങ് ആരുടെയാന്ന് നമ്മൾ പറയാം? അത് അയലോക്കത്തുള്ള ചങ്ങായിയുടെ എന്നാണോ നമ്മൾ പറയാം? നമ്മുടെ തെങ്ങാന്നല്ലേ നമ്മൾ പറയണത്. അതിൽ നിന്ന് തേങ്ങ പറിക്കണത് നമ്മളല്ലേ, അതിൻ്റെ വരുമാനം നമുക്കുള്ളതല്ലേ. തെങ്ങ് പറയാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തേങ്ങയാണ്, നിങ്ങളിത് പറിക്കാൻ പറ്റില്ല എന്ന് ഒരു തെങ്ങ് പറഞ്ഞാൽ പിന്നെ അവന് ജീവൻ ഉണ്ടാവുമോ?
അപ്പം തെങ്ങിന് അപ്പം അതുപോലെയല്ലേ. അപ്പോൾ തെങ്ങ് തന്നെ നമ്മുടെ ആകുമ്പോൾ പിന്നെ മനുഷ്യനെ അള്ളാഹു ഉണ്ടാക്കിയ മക്കളൊക്കെ നമ്മുടെ അല്ലാതെ പിന്നെ ആരെയാണ്? അത് നമ്മളുണ്ടാക്കിയത് തന്നെയാണ്, നമ്മുടെ തന്നെയാണ്. മക്കൾ എന്ത് ഇബാദത്ത് ചെയ്താലും അതിൻ്റെ ഒരു ഫലം ആർക്ക് കിട്ടും? ആർക്ക് കിട്ടും? മാതാപിതാക്കൾക്ക് കിട്ടും. ഒരു സംശയം വേണ്ട. കാരണം ഈ മോനുണ്ടാകാൻ കാരണക്കാരൻ മാതാപിതാക്കളാണ്. മനസ്സിലായോ? ഹദീസിൽ കാണാം, ഏതൊരാളും ഒരു സംഭാവന ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് തിരിച്ചു വാങ്ങാൻ വകുപ്പില്ല, തിരിച്ചു വാങ്ങാൻ പാടില്ല. അത് ഛർദ്ദിച്ചത് തിന്നും പോലെയാണെന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. എന്നാൽ ഒരു പിതാവ് മകൻ എന്തെങ്കിലും കൊടുത്താൽ അത് തിരിച്ചു വാങ്ങാൻ പിതാവിന് അവകാശമുണ്ട്. അത് ഛർദ്ദിച്ചത് തിന്നും പോലെയല്ല. കാരണം ആ കൊടുത്തത് അവന് തന്നെയാണ്, അവൻ്റെ മോന് തന്നെയല്ലേ കൊടുത്തത്. അത് അവന് കൊടുത്തതുപോലെ തന്നെയാണ്. അവർക്ക് കിട്ടിയ സാധനം അവനവനെ തന്നെ എടുക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരന്മാരെ, മരിച്ചു കഴിഞ്ഞാലും അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ഇന്നഹു മൻ ബർറ വാലിദൈഹി ഹയ്യൈനി. ഒരാൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ആ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ, വമയ്യിത്തൈനി, അവരും മരിച്ചവരായ സമയത്തും ഗുണം ചെയ്തു കഴിഞ്ഞാൽ, കാന അലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിൻ്റെ മേൽ ബാധ്യതയാണ്, അയ്യുർദിയഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനെ തൃപ്തിപ്പെടൽ അല്ലാഹുവിന് ബാധ്യതയാണ്. കണ്ടോ? മാതാപിതാക്കളും മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ഗുണം ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്നത്? ഖുൽനാ, അപ്പം ഞങ്ങൾ ചോദിച്ചു, കൈഫ യബിറു വാലിദൈഹി മയ്യിത്തൈനി, മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം? ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാം, നമുക്ക് പലതും ചെയ്യാം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഗുണം ചെയ്യും? അപ്പോൾ കാല യസ്തഗ്ഫിറു ലഹുമാ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി നീ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചൊല്ലണം. അതുപോലെ നീ എന്ത് ചെയ്യണം? നീ ഖുർആൻ ഓതണം. അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യണം, ഹദിയ കൊടുക്കണം. റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് സഹാബത്ത് ചോദിച്ചില്ല, നബിയെ, ഞാനൊരു യാത്രയിലായിരുന്നു, വന്നപ്പോൾ എൻ്റെ ഉമ്മ മരിച്ചുപോയി, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ അത് സ്വീകരിക്കുമോ? ഉമ്മയെ തൊട്ട് സ്വീകരിക്കുമോ? അപ്പോൾ പറയുന്നു, സ്വീകരിക്കും മോനെ. ഉടനെ ആ സഹാബി പറയുന്നു, എൻ്റെ ഇന്നാലിന്ന തോട്ടം ഞാൻ എൻ്റെ ഉമ്മയുടെ പേരിൽ സ്വതക്ക ചെയ്യുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, സഹോദരിമാരെ, മാതാപിതാക്കളോട് നമ്മൾ നല്ല രീതിയിൽ അനുവർത്തിക്കണം. അവരോട് സ്നേഹത്തോടെ പെരുമാറണം, വളരെ വിനയത്തോടെ അവരുമായി ഇടപഴകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കെല്ലാം ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, അല്ലാഹുവേ, ജീവിതകാലത്ത് ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ഖബറിലേക്ക് ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ റഹ്മാനേ. നീ അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അവരുടെ അവസ്ഥകൾ നീ നന്നാക്കണേ അല്ലാ. പട്ടിണി കിടന്ന് ഞങ്ങളെ വളർത്തിയവരാണ്, ഇനി അവർക്ക് അങ്ങനെ ഒരു വിഷമം നൽകല്ലേ അല്ലാ. സ്വർഗീയ ഭക്ഷണപാനീയങ്ങൾ നൽകി നീ അവരെ ആദരിക്കണേ അല്ലാ. സഹോദരന്മാരെ, ഞാൻ എൻ്റെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട പലരും ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയി. നമ്മുടെ ഈ ചെമ്പർക്കിയിലുള്ള മലബാർ ആചാര്യൻ, അദ്ദേഹം എല്ലാ മുത്താലിമീങ്ങളോടും ആലിമീങ്ങളോടും തങ്ങന്മാരോടൊക്കെ വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ. മാപ്പ് നൽകണേ റഹ്മാനെ. അഫ്വ് ചെയ്യണേ റഹ്മാനെ. അവരുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. അതുപോലെ ഈ മുടിക്കല്ലിലുള്ള എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, സലാം എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പിതാവ് കുറച്ച് ദിവസം മുമ്പ് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, ആ മുടിക്കല്ലിലുള്ള സലാം എന്ന് പറയുന്ന സഹോദരൻ്റെ പിതാവ് മരണപ്പെട്ടു പോയി. നീ അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കണേ റഹ്മാനെ.
അവരുടെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ, സ്വർഗത്തിൻ്റെ ഉദ്യാനമാക്കണേ അല്ലാ. ഞങ്ങൾ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളെയൊക്കെ വല്ലാതെ സ്നേഹിച്ചിരുന്ന സഹോദരനാണ്. നീ സ്വർഗത്തിൽ അവർക്ക് ഉന്നത പദവി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ ഞാൻ ഈ ഉളിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 10-28 വർഷം മുമ്പ് ഓതുന്ന കാലത്ത് ഇമാമത്ത് നിന്നിരുന്നു. അത് ഒരു വീട്ടിലാണ്, നിസ്കാരപ്പള്ളിയുടെ പണി നടക്കുമ്പോൾ ഒരു വീട്ടിലാണ് അവിടെ ഞാൻ ഇമാമത്ത് നിന്നത്. ആ വീട്ടുകാരൻ മരിച്ചു എന്ന് ഇന്നലെ ഞാൻ അവിടെ വയതിന് പോയപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ എപ്പോൾ മരിച്ച് 10-35 ദിവസമായെന്ന് തോന്നുന്നു, ഞാൻ അറിഞ്ഞില്ല. അവിടെ എന്താണ് കുഞ്ഞുമുഹമ്മദ്, വടക്കൻ കുഞ്ഞുമുഹമ്മദ് എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ നീ മാപ്പ് നൽകണേ റഹ്മാനെ, നീ അഫ്വ് ചെയ്യണേ റഹ്മാനെ. അവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നിസ്കരിക്കാൻ വീടൊഴിഞ്ഞു തന്നതുപോലെ നീ അവരുടെ ഖബറിൽ ആദരവ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട സർവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.